ലക്ഷ്യനെ കണ്ടതും ശരത്തിൻ്റെ മുഖത്ത് ഭയം നിഴലിച്ചു. മുറച്ചെറുക്കൻ എന്നിവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? പക്ഷെ എന്ത് ചെയ്യാം, എനിക്കെൻ്റെ ഭാര്യയെ തനിച്ചാക്കാൻ പറ്റില്ലല്ലോ. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത ചില ചെറ്റകളെ രാത്രി വന്ന് കഥകിൽ മുട്ടാനും അസഭ്യം പറയാനും തുടങ്ങിയാൽ എന്താ ചെയ്യാം? അതുകൊണ്ട് ഞാൻ കരുതി ഇന്നു മുതൽ എൻ്റെ താമസം ഇവിടെ ആക്കിയേക്കാമെന്ന്. ഇവൾക്ക് ഇവിടെ വിട്ട് പോരാൻ വയ്യെന്ന്. എനിക്കാണെങ്കിൽ ഇവളില്ലാതെ ഉറക്കം വരില്ല. കാരണം കുറച്ചുനാൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ താമസം. അപ്പം ശീലിച്ചു പോയതാ അല്ലേ ശിവാനി? പിന്നെ ഉണ്ടല്ലോ മുറച്ചെറുക്ക, ഞങ്ങളന്ന് ഒരുമിച്ച് താമസിച്ചിരുന്നില്ലേ? അന്നും ഇന്നും ഇവളെൻ്റെ ഭാര്യയായിരുന്നു, ഭാര്യയാണ്. അങ്ങനെ ചുമ്മാ കൊണ്ടുപോയി ഞാൻ ഇവളെ കൂടെ പൊറപ്പിച്ചതല്ല കേട്ടോ. ഞാൻ കെട്ടിയ താലി ഇവളുടെ കഴുത്തിലുണ്ടായിരുന്നു. അന്നത് രഹസ്യമായി കെട്ടിയതാണെങ്കിലേ ഇന്ന് ഞാൻ നാലാൾ കാണുകയെ അതിൻ്റേതായ രീതിയിൽ താലി കെട്ടി കൊടുത്തിട്ടുണ്ട്. മുറച്ചെറുക്കനെ അറിയിക്കാൻ പറ്റിയില്ല കേട്ടോ. ഇനി ഇവളിൽ എന്നേക്കാൾ അധികാരം ആർക്കെങ്കിലും ഉണ്ടോ മുറച്ചെറുക്ക? പറയുന്നേ എന്നും പറഞ്ഞവൻ ശരത്തിൻ്റെ അരികിൽ വന്ന് നിന്നു. ഇത്രയും നേരം സമാധാനത്തോടെ സംസാരിച്ചിരുന്ന ലക്ഷ്യൻ്റെ മുഖം പൊടുന്നനെ വലിഞ്ഞു മുറുകി. ശരത്തിൻ്റെ കഴുത്തിൽ അവൻ്റെ കൈ അമർന്നു. പറയടോ, ഉണ്ടോ? ഇല്ല ഇല്ല. എന്തില്ലെന്ന്? ഇവളിൽ നിങ്ങൾക്ക് മാത്രമാണ് അധികാരം. ശരത് എങ്ങനെയോ പറഞ്ഞപ്പിച്ചു. അയാൾ ശ്വാസം കിട്ടാതെ പിടയാൻ തുടങ്ങി. ഇനി ഇവളുടെ നേരെ നിന്റെ നിഴൽവെട്ടം പോലും കാണാൻ പാടില്ല. ബന്ധത്തിൻ്റെ പേരും പറഞ്ഞ് ഇവിടെ കാല് കുത്തിയാലുണ്ടല്ലോ, ആ കാല് ഞാൻ വെട്ടിയിരിക്കും. ഇല്ല ഇല്ല, ഞാൻ വരില്ല, എന്നെ വിടൂ. അയാളെ വിട്ട്, അയാൾ ചത്തുപോകും. ശിവാനി ലക്ഷ്യൻ്റെ കൈ കയറി പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ടും അവൻ പിടിവിട്ടില്ല. കണ്ണേട്ട വിട്ടേക്ക്, അയാൾ പൊയ്ക്കോട്ടെ. ശരത്തിൻ്റെ മുന്നിൽ വെച്ച് സാർ എന്ന് വിളിക്കുന്നത് വേണ്ട എന്ന് കരുതിയാണ് ശിവാനി അന്നേരം അങ്ങനെ വിളിച്ചത്. പക്ഷെ അവളുടെ ആ വിളി അവനിലെ അഗ്നി അണയിക്കാൻ പാകത്തിലുള്ളതായിരുന്നു. അതോടെ ശരത്തിൽ നിന്നുള്ള പിടി അയച്ചു. നിന്നെ എൻ്റെ കയ്യിൽ കിട്ടാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് നീ എൻ്റെ മുന്നിൽ വന്ന് പെടുമെന്ന് ഞാൻ കരുതിയില്ല. ശിവാനി പറഞ്ഞാൽ എനിക്കൊരു മറുവാക്കില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ ജീവനോടെ വിടുന്നു. എൻ്റെ പെണ്ണിന് നേരെ നീണ്ട ഈ കൈയുണ്ടല്ലോ, അത് വെട്ടിയെടുക്കാൻ തന്നെയായിരുന്നു ഞാൻ കരുതിയിരുന്നത്. ഇവളെ സ്നേഹിക്കാനും വേദനിപ്പിക്കാനും ഒക്കെ എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. ഒന്നിൻ്റെ പേരും പറഞ്ഞ് ഇനി ആരും വരണമെന്നില്ല എന്ന് പറഞ്ഞ് ലക്ഷ് വാതിൽ തുറന്നു അവനെ പിടിച്ചു തള്ളി വാതിൽ അടച്ച് കുറ്റിയിട്ടു. അപ്പോഴും ശിവാനി ലക്ഷ്യൻ്റെ അന്നേരത്തെ ഭാവം കണ്ടു അവനെ നോക്കുന്നുണ്ടായിരുന്നു. ലക്ഷ്യ തന്നെ ശ്രദ്ധിക്കുന്നു എന്ന് തോന്നിയ ശിവാനി ഒന്നും മിണ്ടാതെ പോവാൻ നേരം അവൻ പറഞ്ഞു, ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്കൊരു മുറി കാണിച്ചു തന്നാൽ കൊള്ളായിരുന്നു. എനിക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറണം. പിന്നെ വണ്ടിയിലെ എൻ്റെ ഡ്രസ്സ് അടങ്ങുന്ന ഒരു ബാഗുണ്ട്, അതും കൂടി എടുത്തോ എന്നും പറഞ്ഞ് ലക്ഷ് അകത്തേക്ക് നടന്നതും ശിവാനി പിറകിൽ നിന്നും എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. അത് കേട്ട് ലക്ഷ് തിരിഞ്ഞു നടന്നു അവളുടെ അരികിലെത്തി. ശിവാനി വല്ലതും പറഞ്ഞായിരുന്നോ? ഒന്നും പറഞ്ഞില്ലേ, ശിവാനി തൊഴുതുകൊണ്ട് പറഞ്ഞു. എന്നാൽ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിലേ നിനക്കെന്നെ അറിയാലോ. എനിക്കിത് ഇതുപോലെ ഇടയ്ക്കിടെ കയറി ഉമ്മിക്കാൻ തോന്നും എന്നും പറഞ്ഞ് അവളുടെ അരികിൽ വന്നു കവിളിൽ ചുംബിച്ചു. പിന്നെ റോസി അല്ലല്ലേ, ശിവാനിക്ക് എൻ്റെ സ്വഭാവവും പ്രവൃത്തികളും ഇഷ്ടമാവുന്നില്ലെങ്കിൽ ശിവാനി ഇവിടെ നിന്ന് ഇങ്ങോട്ടിലും പോയിക്കോളൂ. അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോകുന്ന ശിവാനി കരുതണ്ട, കേട്ടല്ലോ. അതും പറഞ്ഞ് ലക്ഷ് അകത്തേക്ക് പോയി. ശിവാനി ആണെങ്കിൽ അന്നേരം ഒന്നും മിണ്ടാനാവാതെ അവനെ നോക്കി നിന്ന് പോയി. ശേഷം ചുറ്റുമൊന്നും നോക്കി ആരും കണ്ടില്ല എന്ന് ഉറപ്പ് വരുത്തി അവൻ്റെ ബാഗ് എടുത്ത് കൊണ്ടുവന്നു. അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല മുറി തന്നെയാണ് ശിവാനി അവന് വേണ്ടി കൊടുത്തത്. ശിവാനി കഴിക്കാനുള്ള ഭക്ഷണം എടുത്ത് വെക്കുകയായിരുന്നു. ലക്ഷ് ലാപ്പിൽ എന്തോ കാര്യമായ വർക്കിലായിരുന്നു. ലിവിങ് റൂമിൽ ഇരുന്ന് നൈസായിട്ട് അടുക്കളയില്ല പെണ്ണും പിള്ളയെ വായി നോക്കുക എന്നതാണ് പ്രധാന ഉദ്ദേശം. ശിവാനി ലക്ഷ്മി കേൾക്കാൻ പാകത്തിൽ ശ്രാവണിനോടെന്ന പോലെ പറഞ്ഞു, ശ്രാവൺ നിന്റെ ചേട്ടനോട് പറ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ടെന്ന്. ഇത് കേട്ട ലക്ഷ് ഉറക്കെ പറഞ്ഞു, ശ്രാവൺ നിന്റെ ചേച്ചിയോട് പറ, ചേച്ചി എന്നെ പട്ടിണി കിട്ടാലോ എന്ന് കരുതി ഞാൻ കഴിച്ചിട്ടാണ് വന്നതെന്ന്. അത് കേട്ട ശിവാനി പറഞ്ഞു, ശ്രാവൺ നിന്റെ ചേട്ടനോട് പറ, അങ്ങനെ പുറത്തു നിന്ന് തോന്നിയ പോലെ കഴിച്ചിട്ട് വരുന്നവർക്കൊന്നും ഇവിടെ താമസിക്കാൻ പറ്റില്ലെന്ന്. ഇത് കേട്ട ലക്ഷ്, ശ്രാവൺ നിന്റെ ചേച്ചിയോട് പറ, അങ്ങനെ ഓസിക്ക് പുട്ടടിക്കാൻ എന്നെ കിട്ടില്ല. നാളെ സാധനത്തിൻ്റെ ലിസ്റ്റ് തന്നാൽ വേണ്ട സാധനമൊക്കെ ഇവിടെ എത്തിക്കോളും. അങ്ങനെയാണെങ്കിൽ ഞാൻ കഴിച്ചോളാന്ന്. ശ്രാവൺ നിന്റെ ചേട്ടനോട് പറ, ഇവിടെ ഇപ്പോൾ ആവശ്യത്തിന് സാധനമൊക്കെ ഉണ്ട്, അതുമല്ല എനിക്ക് ആരുടെയും ചിലവിൽ കഴിയേണ്ട അവസ്ഥയില്ലെന്ന്. ശ്രാവൺ നിന്റെ ചേച്ചിയോട് പറ, ഭാര്യയ്ക്കും അവളുടെ കുഞ്ഞനുജനും ചിലവിന് കൊടുക്കേണ്ടത് ഭർത്താവായ എൻ്റെ ചുമതലയാണെന്ന്. ശ്രാവൺ നിന്റെ ചേട്ടനോട് പറ, തൽക്കാലം ചുമതലയുടെയും ഉത്തരവാദിത്തത്തിൻ്റെയും കണക്ക് പറഞ്ഞ ആരുടെയും ചിലവിൽ ഓസിക്ക് പുട്ടടിക്കാൻ എന്നെയും കിട്ടില്ലെന്ന്. ലക്ഷ്യം വിട്ടുകൊടുത്തില്ല. ശ്രാവൺ നിന്റെ ചേച്ചിയോട് പറ, എങ്കിൽ നാളെ മുതൽ ഓഫീസിലേക്ക് പോന്നോളാൻ. അപ്പോൾ പിന്നെ ആ ഒരു ചിന്ത മാറി കിട്ടുമല്ലോ. ശ്രാവൺ നിന്റെ ചേട്ടനോട് പറ, എനിക്ക് ജോലിക്ക് പോകാൻ തോന്നിയ ആരുടെയും ആജ്ഞയും അനുവാദവും ഒന്നും വേണ്ടെന്ന്. ഇത് കേട്ട് ശ്രാവൺ വിചാരിക്കുവാണ്, ഇതിപ്പോൾ ഇവർ രണ്ടുപേരും തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുന്നത്. പിന്നെ അതിനിടയിൽ എൻ്റെ പേരെന്തിനാ ചുമ്മാ വിളിച്ചു പോവണത്?
രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് വട്ടുപിടിച്ച ശ്രാവൺ അവിടെ നിന്ന് പോയതും ലക്ഷ്യം മെല്ലെ എഴുന്നേറ്റ് അടുക്കളയിലോട്ട് പോയി. അവൻ വന്നത് ശിവാനി അറിഞ്ഞതേയില്ല. അവളുടെ കാതോരം പതിയെ പറഞ്ഞു, അതെ, നാളെ എൻ്റെ PA പോസ്റ്റിലേക്ക് പുതിയൊരു പെണ്ണിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. കൂടെ 2-3 സുന്ദരിമാർ കൂടി നാളെ ജോയിൻ ചെയ്യും. വേണമെങ്കിൽ എൻ്റെ PA പോസ്റ്റ് നിങ്ങൾക്ക് തന്നേക്കാം. ദീപ ഇപ്പോൾ ലീവിലാണ്. അവൾ തിരിച്ചു വന്നാലും അവൾക്ക് PA പോസ്റ്റ് കൊടുക്കാൻ പറ്റില്ല. കാരണം അവളിപ്പോൾ അർജുൻ്റെ പെണ്ണാണല്ലോ. അതുകൊണ്ട് അവളെ പഴയ പോലെ വഴക്കൊന്നും പറയാൻ പറ്റിയെന്ന് വരില്ല. അതാ. പിന്നെ ഉണ്ടല്ലോ പുതിയ കാൻഡിഡേറ്റ്, നിന്നേക്കാളും സുന്ദരിയ എന്ന് പറഞ്ഞ് ലക്ഷ്മല്ലേ ഉള്ളിലൂറിയ ചിരി മറച്ചു പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. അതിനിടയിലൊന്ന് തിരിഞ്ഞു നോക്കാനും മറന്നില്ല. അന്നേരം ശിവാനി കാര്യമായ ചിന്തയിലായിരുന്നു. എന്നെ ഓഫീസിലേക്ക് വരുത്തിക്കാനുള്ള എൻ്റെ സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ് എങ്ങനെയുണ്ട് അതും പറഞ്ഞ് ലക്ഷ് അവിടെ നിന്ന് പോയി. ഇതേ സമയം മറ്റൊരിടത്ത് മേഘ തൻ്റെ ഇരു കവളിലും കൈവച്ച് പല്ല് ഞെരിച്ചു. ശിവാനി, വിടില്ല നിന്നെ ഞാൻ. ഇന്ന് എൻ്റെ കൺമുന്നിൽ വെച്ച് ലക്ഷ് ചാർത്തിയ ആ താലി അതവൻ തന്നെ പൊട്ടിച്ചെറിയും. നീ നോക്കിക്കോ ശിവാനി. അതിന് വേണ്ടതൊക്കെയും ഞാൻ ചെയ്യുന്നുണ്ട്. വേദികയും ആദർശും നാളെ ഓഫീസിലൊന്ന് ജോയിൻ ചെയ്തോട്ടെ. ആദർശ് അവൻ്റെ ടാർഗറ്റ് നീ ആയിരിക്കും ശിവാനി. ലക്ഷ് നിന്നെ വെറുക്കാൻ വേണ്ടതൊക്കെയും അവൻ ചെയ്തോളും. അതുപോലെ വേദിക, അവൾ നിനക്കൊരു വെല്ലുവിളിയായിരിക്കും. ലക്ഷ്, നീ എൻ്റേതാണ്, എൻ്റേത് മാത്രം. നിന്റെ കൈകൾ പതിഞ്ഞിടാൻ എനിക്ക് വേദനിക്കുന്നില്ല. നീ അങ്ങനെയെങ്കിലും എന്നെ ഒന്ന് തൊട്ടല്ലോ. ശിവാനി, അവളെ കൊന്നിട്ടായാലും നിന്നെ ഞാൻ സ്വന്തമാക്കും ലക്ഷ്. നീ എന്നാൽ എനിക്ക് ഭ്രാന്താണ് ലക്ഷ്. അതും പറഞ്ഞവൾ വല്ലാത്തൊരു ഭാവത്തോടെ തൻ്റെ ശരീരത്തിലേക്ക് ഡ്രഗ്സ് ഇഞ്ചക്ട് ചെയ്തു. അവളിൽ അന്നേരം ക്രൂരഭാവം വന്ന് നിറയുന്നുണ്ടായിരുന്നു. രാത്രി ഉറങ്ങാൻ കിടന്നു എന്നല്ലാതെ ശിവാനിക്ക് ഉറക്കം വന്നതേയില്ല. സുഖസൗകര്യങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന ആളാണ് ഇപ്പോൾ തനിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു അപ്പുറത്ത് ആ കുഞ്ഞു മുറിയിൽ കിടന്നുറങ്ങുന്നത്. ഉറങ്ങിക്കാണോ ആവോ? പുറമേ ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ താൻ അയാളെ സ്നേഹിക്കുന്നില്ലേ? അതാണല്ലോ ഇപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ആളെ തനിക്ക് മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ. അതും പറഞ്ഞ് ശിവാനി തൻ്റെ മുറിയിലെ ടേബിളിൽ വെച്ചിരുന്ന അച്ഛൻ്റെ ഫോട്ടോ കയ്യിലെടുത്തു. അവൾ അതിൽ നോക്കി തൻ്റെ സങ്കടങ്ങളൊക്കെയും പറയാൻ തുടങ്ങി. പെട്ടെന്നാണ് ആ ഫോട്ടോയിലുള്ള അവളുടെ അച്ഛൻ അവളോട് സംസാരിക്കുന്നത് പോലെ അവൾക്ക് തോന്നിയത്. മോളെ ശിവാനി, എന്തിനാ എൻ്റെ കുട്ടി ഇങ്ങനെ സങ്കടപ്പെടുന്നത്? അച്ഛനിപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുക. മോളിപ്പോൾ സുരക്ഷിതയാണ്. അവൻ നിന്നെയും ശ്രാവണിനെയും കൈവിടില്ല. ഇനി കൂടുതലൊന്നും ആലോചിച്ചു എൻ്റെ കുട്ടി വിഷമിക്കല്ലേ. എല്ലാം നല്ലതിന് വേണ്ടിയാണെന്ന് കരുതിയാൽ മതി. അതും പറഞ്ഞതും ആ ഫോട്ടോ പഴയ പോലെയായി. ശിവാനി ആ ഫോട്ടോയിൽ ചൂണ്ടിച്ചേർത്ത് അതേ സ്ഥാനത്ത് വെച്ചു പതിയെ അവളുടെ മുറി വിട്ടിറങ്ങി. ശിവാനി ലക്ഷ്യം ഉറങ്ങുന്ന മുറിയുടെ വാതിൽക്കലെത്തി. വാതിൽ ചാരി വെച്ചത് മാത്രമായിരുന്നു. ശിവാനി ശബ്ദം ഉണ്ടാക്കാതെ മുറിയിൽ കയറി. അവനുറങ്ങുന്നത് അവൾ കുറച്ചു നേരം നോക്കി നിന്നു. അവൻ്റെ നെഞ്ചിലൊരു ഫയൽ കിടപ്പുണ്ടായിരുന്നു. ഫയൽ നോക്കി അവൻ അതുപോലെ ഉറങ്ങിയതാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ആ ഫയൽ എടുത്ത് വെച്ച് അവനെ ശരിക്കും പുതപ്പിച്ച് മുറിവിട്ടിറങ്ങിയതും ലക്ഷ് കണ്ണു തുറന്ന് നോക്കി. അവൾ പോയെന്ന് ഉറപ്പുവരുത്തിയ ലക്ഷ് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, അപ്പം എന്നോട് സ്നേഹമൊക്കെ ഉണ്ടല്ലേ? ഒരു ഉമ്മ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എൻ്റെ മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് എൻ്റെ നെറ്റിയിൽ ചുണ്ടു ചേർക്കുമെന്ന് ഞാൻ കരുതി. പോട്ടെ, ഇനിയും ദിവസങ്ങൾ കിടക്കുമല്ലേ എന്നും പറഞ്ഞ് അവൻ വീണ്ടും നിദ്രയെ പുൽകി. പിറ്റേന്ന് രാവിലെ ലക്ഷ് ഓഫീസിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ശ്രാവൺ സ്കൂളിലേക്ക് പോകാനും റെഡിയാവുകയാണ്. ശിവാനി ഓഫീസിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്നറിയാതെ ലക്ഷ് ആകെ വട്ടുപിടിച്ചിരിപ്പാണ്. അവളെ ഇവിടെ തനിച്ചാക്കി പോകാനും പറ്റില്ല. മൂർഖം പാമ്പിനേക്കാൾ വിഷം ചീറ്റുന്ന മനുഷ്യരാണ് ചുറ്റുമുള്ളത്. അതുകൊണ്ട് അവളെയും കൊണ്ടേ താനിന്ന് പോവുള്ളൂ. 11 മണിക്ക് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയം ആകുമ്പോഴേക്കും എത്തിയേ പറ്റൂ. പിന്നെ രണ്ടും കൽപ്പിച്ച് അവളുടെ മുറിയുടെ ഡോർ തള്ളി തുറന്നതും സാരി ഉടുക്കാൻ ഒരുങ്ങുന്ന ശിവാനിയാണ് കാണുന്നത്. അവളുടെ കോലം കണ്ട് കിളിപ്പോയി നിൽക്കുവാണ് ലക്ഷ്. എന്താ ഇതൊരു മുറിയിലേക്ക് വരുമ്പോൾ കഥകിൽ മുട്ടിയിട്ട് വരണമെന്ന് അറിഞ്ഞൂടെ എന്നും പറഞ്ഞു അവൾ സാരി വാരി ചുറ്റി ശരീരം മറച്ചു. സോറി, എനിക്കറിഞ്ഞോ നീ ഈ കോലത്തിലാണെന്ന്. അതുമല്ല, ഞാൻ വല്ലവരുടെയും ഭാര്യയുടെ വല്ലതും ഒന്നുമല്ലല്ലോ കണ്ടത്. എൻ്റെ സ്വന്തം ഭാര്യയുടെ അല്ലേ? അതുമല്ല, ഇതിനേക്കാൾ ഹോട്ടായി ഞാൻ നിന്നെ എത്ര തവണ കണ്ടിരിക്കുന്നു. അപ്പോഴാ ഇത്. ഒന്ന് പോകുന്നുണ്ടോ നാണമില്ലാത്തവൻ? നാണിക്കാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. അതുമല്ല, എൻ്റെ സ്വഭാവം അറിയാവുന്ന നീ ഡോർ ലോക്ക് ചെയ്യാതെ സാരി ഉടുക്കുന്നതിൻ്റെ അർത്ഥം എന്താ? അതിനർത്ഥം ഒന്നേ ഉള്ളൂ, നീ എൻ്റെ വരവെ പ്രതീക്ഷിച്ചിരുന്നു അല്ലേ? ഇത് വൃത്തികേട് പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവനെ പിടിച്ച് പുറത്താക്കാൻ നേരാണ് ലക്ഷ് പറയുന്നത്. നീ ഓഫീസിലേക്ക് വരുന്നുണ്ടല്ലേ? എനിക്കറിയായിരുന്നു നീ വരുമെന്ന്. പെട്ടെന്ന് വരണം, ഞാൻ പുറത്ത് കാണും. അത് പറഞ്ഞ് ലക്ഷ് വണ്ടിയിൽ പോയിരുന്നു. പിറകിൽ ശ്രാവണം ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞതും ശിവാനി വന്നു കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. ശ്രാവണിനെ അവൻ്റെ സ്കൂളിൽ ഇറക്കി. വലിയ വണ്ടിയിൽ നിന്നും ഇറങ്ങുന്ന അവനെ എല്ലാവരും ശ്രദ്ധിച്ചു. അവനെ ഇറക്കി ലക്ഷ് വണ്ടി ഓഫീസിലേക്ക് തിരിച്ചു വിട്ടു. ശ്രാവൺ ഇറങ്ങിയതും ലക്ഷ് തൻ്റെ വേലത്തിരങ്ങൾ ഇറക്കാൻ തുടങ്ങി. തൻ്റെ ഇടത് കൈകൊണ്ട് ശിവാനിയുടെ വലത് കൈപ്പത്തി മെല്ലെ ഒന്ന് തൊട്ടു. ശിവാനി കൈ പിൻവലിക്കാൻ നോക്കിയെങ്കിലും അവനതിൽ പിടുത്തമിട്ടു.
വിടന്ന് ഒരു കൈ വച്ചാണ് ഡ്രൈവ് ചെയ്യുന്നത്. നേരെ നോക്കി ഡ്രൈവ് ചെയ്യും. ആര് പറഞ്ഞു ഒരു കൈ വച്ചാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നതെന്ന്? രണ്ട് കൈയുണ്ട്, പക്ഷെ ഒരു കൈ നിന്റെ ആണെന്ന് മാത്രം. ഗിയർ ചേഞ്ച് ചെയ്യുന്നത് നീയല്ലേ എന്നും പറഞ്ഞ് അവളുടെ കൈ ഗിയറിലെടുത്ത് വെച്ച് ഗിയർ ചേഞ്ച് ചെയ്തു. എന്തായത് വിടന്ന്? ഇത്രയേ ഉള്ളൂ ശിവാനി. എന്നിട്ടും ലക്ഷ കൈ വിടാൻ ഉദ്ദേശമില്ല. അവളുടെ കൈ അവൻ്റെ ചുണ്ടോട് ചേർത്തു. എന്നിട്ടും അവളുടെ കൈ വിട്ടില്ല. അത് കണ്ട ശിവാനി ഒരു സേഫ്റ്റി പിന്നെടുത്ത് അവൻ്റെ കൈക്ക് ഒരു കുത്ത് കൊടുത്തതും ലക്ഷ് വേദന കൊണ്ട് കൈ പിൻവലിച്ചു. എൻ്റെ ശിവാനി, നീ എന്തൊരു ഭാര്യയാടി. എൻ്റെ കൈ ബ്ലഡ് വരുന്നുണ്ട്. കണക്കായിപ്പോയി. തമാശ കളി ഇത്തിരി കൂടുന്നുണ്ട്. അതൊന്നും ആസ്വദിക്കാനുള്ള മൂഡിലല്ല ഞാനുള്ളത് എന്നറിയില്ല എന്നുണ്ടോ? വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ കൂടെ വന്നത്. ശിവാനി താല്പര്യമില്ലാത്ത മട്ടി പറഞ്ഞു. നോക്കിക്കോടി, ഓഫീസിലെത്തിക്കോട്ടെ, ഇതിനുള്ള മറുപടി അവിടെ നിന്ന് തരുന്നുണ്ട്. ഓഹ്, ഇതിനെയൊന്നും മെരുക്കിയെടുക്കാൻ ഞാൻ ഇനി എന്താണാവോ ചെയ്യേണ്ടത്? എപ്പോൾ നോക്കിയാലും മുഖം വീർപ്പിച്ച് നിന്നോളും. തറവാട്ടിൽ പോയി ആ പാമ്പിനെ പിടിച്ചുകൊണ്ട് വന്ന് ഇവളുടെ മുറിയിലിട്ട് കൊടുത്താലോ? അപ്പം കാണാടി നിന്റെ ധൈര്യം. അന്ന് എന്താ ഒരു കെട്ടുപിടുത്തമായിരുന്നു. ഓർക്കുമ്പോൾ കുളിര് കോരുവാ. ലക്ഷ് മനസ്സിൽ ഓരോന്ന് വിചാരിക്കുന്നുണ്ട്. ലക്ഷിൻ്റെ കാർ ഓഫീസിന് മുന്നിൽ നിർത്തിയതും അവൻ അതിൽ നിന്നും ഇറങ്ങി. കാർ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോർ തുറന്നു ശിവാനിക്ക് നേരെ കൈ നീട്ടിയപ്പോൾ അവളത് നിഷേധിച്ചില്ല. ശിവാനിയുടെ കൈയും പിടിച്ച് ലക്ഷ് എൻട്രൻസ് ഏരിയയിലേക്ക് ചെന്നതും അവരെ സ്വീകരിക്കാൻ ഓഫീസ് സ്റ്റാഫുകൾ അണിനിരന്നിരുന്നു. ഇരുവർക്കും ബൊക്കെ കൊടുത്തു ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് വിഷ് ചെയ്തതും എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞു ഒരു മനോഹരമായ പുഞ്ചിരി സമ്മാനിച്ചു. ലക്ഷ് ശിവാനിയുടെ കൈയും പിടിച്ചു തൻ്റെ ക്യാബിൻ ലക്ഷ്യം വെച്ച് നടന്നു. തൻ്റെ ക്യാബിനകത്തെത്തിയ ലക്ഷ് ഡോർ ലോക്ക് ചെയ്ത് കർട്ടൻ വെച്ച് മറച്ചു. അവൻ്റെ പ്രവൃത്തി കണ്ടതും ശിവാനി ഇയാളിത് എന്തിനുള്ള പുറപ്പാടാണ് എന്ന പോലെ നോക്കി. തനിക്ക് നേരെ വല്ലാത്തൊരു ഭാവത്തിൽ നടന്നു വരുന്നവനെ കണ്ടതും ശിവാനി പിറകിലോട്ട് ചുവടുകൾ വെച്ചു. ഒടുവിൽ ഭിത്തിയോട് ചേർന്ന് നിന്ന ശിവാനിയുടെ ഇരു സൈഡിലും കൈകൾ വെച്ച് ലോക്ക് ചെയ്ത ലക്ഷ് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ആ നോട്ടം താങ്ങാനാവാതെ ശിവാനി മിഴികൾ താഴ്ത്തി. ശിവാനി, ഇങ്ങോട്ട് നോക്ക്. അത് കേട്ട് ശിവാനി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ശിവാനി, നിനക്ക് ഓർമ്മയുണ്ടോ, ഞാൻ നിന്നെ ആദ്യമായി കണ്ടപ്പോഴും നിന്റെ കണ്ണുകളിൽ ഞാൻ കണ്ടത് ഇതേ പിടച്ചിലായിരുന്നു. അത് കാണാൻ എന്ത് ഭംഗിയായിരുന്നെന്നോ. ഇന്നും അതേ ഭംഗിയാണ് കേട്ടോ. അത് കേട്ട് ശിവാനി ഒരു നിമിഷം ഇമച്ചിമാട് അവനെ നോക്കിയിരുന്നു. ശിവാനി, ഇതേ കണ്ടോ, നേരത്തെ സേഫ്റ്റി പിൻ വെച്ച് നീ എന്നെ വേദനിപ്പിച്ചതാ. അന്നേരം നല്ല വേദന ഉണ്ടായിരുന്നു. എന്നെ വേദനിപ്പിച്ച ശിവാനിക്കും വേണ്ടേ അതുപോലൊരു കുഞ്ഞു വേദന? വേണ്ട ശിവാനി. ശിവാനി ഒന്നും വേണ്ടിയില്ല. വേണം. അതും പറഞ്ഞുകൊണ്ട് ലക്ഷ് തൻ്റെ കൈ അവളുടെ വയറിൻ്റെ ഭാഗത്തേക്ക് ചലിപ്പിച്ചു. അവളുടെ വയറ് മറച്ചുകൊണ്ട് സാരി നല്ലവണ്ണം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പിൻ ഊരിയെടുത്ത ലക്ഷ് അവളുടെ മുഖത്തിന് നേരെ കൊണ്ടുവന്ന ശേഷം വീണ്ടും അവളുടെ വയറിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് ചോദിച്ചു, ഇവിടെ വേദനിപ്പിക്കട്ടെ? വേണ്ട എന്ന പോലെ ശിവാനി തലയനക്കി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശിവാനി? ഒരു കുഞ്ഞു വേദന അതേ ഉണ്ടാവുള്ളൂ. കണ്ണേട്ട വേണ്ട, എനിക്ക് പേടിയാ. കൊള്ളാം, എന്നെ സോപ്പിടാൻ വേണ്ടിയാണോ ഈ വിളി? പക്ഷേ ഇതൊന്നും ഏൽക്കില്ല മോളെ എന്നും പറഞ്ഞ് അവളോട് ഒന്നുകൂടി ചേർന്ന് നിന്നതും ശിവാനി കണ്ണിറുക്കി അടച്ചു. അന്നേരം ലക്ഷ് അവളുടെ തോളിൽ നിന്നും ബ്ലൗസിൻ്റെ കൈ അല്പം താഴ്ത്തി അവളെ വേദനിപ്പിക്കും വിധം അവിടെ പല്ലുകൾ ആഴ്ത്തിയതും കണ്ണേട്ട എന്നും പറഞ്ഞ് അവനെ ഇറുകെ പുണർന്നു. അവളുടെ കണ്ണ് അന്നേരം നിറഞ്ഞിരുന്നു. അവളുടെ ഡ്രസ്സ് നേരെയാക്കി അവളിൽ നിന്നും അകന്നു മാറി ഡോറിൻ്റെ ലോക്ക് എടുത്ത് തൻ്റെ റിവോൾവിംഗ് ചെയറിൽ വന്നിരുന്നതും ശിവാനി അവനെ കണ്ണു നിറച്ച് നോക്കി. അവൻ കടിച്ചിടം കൈകൊണ്ട് ഒഴിഞ്ഞു. എന്തൊരു കടിയാ കടിച്ചത്, എനിക്ക് ശരിക്കും വേദനിച്ചിട്ടോ. ശിവാനി ഇവിടെ വന്നിരിക്കൂ, തൻ്റെ ഓപ്പോസിറ്റുള്ള കസേര ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. ഇനി മുതൽ ഇതാണ് ശിവാനിയുടെ സ്ഥാനം. എൻ്റെ ജോലിയും നടക്കും, നിൻ്റെ ജോലിയും നടക്കും. നിൻ്റെ പഠിത്തവും കൂടെ നമ്മുടെ റൊമാൻസും മുറ പോലെ നടന്നു. നിനക്ക് പറയത്തക്ക ജോലിയൊന്നുമില്ല. ഇടയ്ക്കിടെ എന്നെ ഒന്ന് സഹായിച്ചാൽ മതി. പക്ഷേ എന്നും ഓഫീസിൽ വരണം, അത് മസ്റ്റാണ്. ബാക്കിയുള്ള സമയത്ത് നിൻ്റെ മുടങ്ങിപ്പോയ പഠിത്തം നടക്കണം. അതിനിടയിൽ വീണ് കിട്ടുന്ന സമയത്ത് മനസ്സറിഞ്ഞ് എന്നെ ഒന്ന് സ്നേഹിച്ചാൽ മതി. അതൊന്നും പറ്റില്ല. എനിക്കിവിടെ ഇരുന്ന് ജോലി ചെയ്യാനൊന്നും വയ്യ. ഇവിടെ ഇരുന്നാൽ ഈ പറഞ്ഞതൊന്നും നടക്കില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം. സാറിൻ്റെ ഉദ്ദേശവും എനിക്ക് മനസ്സിലായി. സാറോ, ഇനി വായിൽ നിന്നും അതുപോലൊരു വാക്ക് വീണ നിനക്ക് പണിഷ്മെൻ്റായി തരിക ഇമ്പോസിഷനായിരിക്കും. ഇനി ഞാൻ സാറെന്ന് വിളിക്കില്ല എന്ന് 1000 തവണ എഴുതി എന്നെ കാണിക്കേണ്ടി വരും. ഓ പിന്നെ ഇമ്പോസിഷൻ തരാൻ ഇയാൾ ടീച്ചറാണല്ലോ. ശരി, ഇമ്പോസിഷൻ വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ നിന്നെ ഇതുപോലെ മടിയിൽ പിടിച്ചെത്തിയത് ഇതുപോലെ കിസ് ചെയ്തോളാം എന്നും പറഞ്ഞു അതുപോലെ ചെയ്ത് കാണിച്ചതും ശിവാനി കുതറി മാറാൻ നോക്കി. എന്താ ഇത്? ഇയാൾക്ക് എന്താ പറ്റിയേ? ഏത് നേരവും ഇത് തന്നെയാണല്ലോ. ഇനി സാറെന്ന് വിളിക്കോ? ഇല്ല, നിങ്ങൾ വിട്ടേ. എന്നാ കണ്ണേട്ടാന്ന് വിളിച്ചേ. എൻ്റെ ദൈവമേ, ഇതെന്തൊരു കഷ്ട. അപ്പോഴാണ് ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ടത്. ഈ ആരും വന്നു എന്നാ തോന്നണേ വീട്ട്. ശിവാനി, ഞാൻ അവർക്ക് അകത്ത് വരാൻ പെർമിഷൻ കൊടുക്കട്ടെ?
പെട്ടെന്ന് വിളിച്ചാൽ നിന്നെ വിടാം, ഇല്ലെങ്കിൽ ദേ ഇതുപോലെ എൻ്റെ മടിയിലുണ്ടാവും. കണ്ണേട്ടാ വിട്. എന്തായത്? എല്ലാവരുടെ മുന്നിൽ വെച്ച് കാണിക്കാനുള്ളതാണോ എന്നോടുള്ള സ്നേഹം? അത്രയും സ്നേഹമൊന്നും എനിക്ക് വേണ്ട. പ്ലീസ് കണ്ണേട്ടാ, ഇനിയെങ്കിലും വിട്ടൂടെ? ശിവാനി അത് പറഞ്ഞതും ലക്ഷ് അവളിൽ നിന്നുള്ള പിടിവിട്ടു. ശിവാനി തൻ്റെ സ്ഥാനം മാറിക്കിടന്ന സാരിക്ക് നേരെയാക്കി ലക്ഷ്ന് ഓപ്പോസിറ്റ് സൈഡിലുള്ള ചെയറിൽ വന്നിരുന്നു. എന്നിട്ട് ഡ്രസ്സ് നീക്കി അവൻ കടിച്ച ഭാഗം നോക്കിയപ്പോൾ അവിടെ നല്ല പോലെ ചുവന്ന് കിടപ്പുണ്ട്. അവനെ ഒന്ന് നോക്കി പേടിപ്പിച്ചു. ഡ്രസ്സ് നേരാക്കിയതും ലക്ഷ് അവളെയും നോക്കി കള്ളച്ചിരിയോടെ കസേരയിൽ ചാരിയിരുന്നു. പുറത്തുള്ള ആൾക്ക് അകത്ത് വരാനുള്ള പെർമിഷൻ കൊടുത്തതും അല്പവസ്ത്രധാരിയായ മോഡേൺ ആയിട്ടുള്ള ഒരു പെണ്ണ് അകത്ത് കയറി വന്നതും ശിവാനി ഒരു നിമിഷം അവളെ നോക്കി നിന്ന് പോയി. അവളുടെ മുട്ടിന് മുകളിൽ നിൽക്കുന്ന ഇറുകിയ മിനി സ്കേർട്ടും ബോഡി ഫിറ്റ് ആയിട്ടുള്ള വൈറ്റ് ഷർട്ടും ആയിരുന്നു അവളുടെ വേഷം. ഷർട്ടിന് മുകളിലെ ബട്ടൺസ് ഓപ്പണായി കിടപ്പുണ്ട്. ശിവാനി ലക്ഷിനെ കടുപ്പിച്ചു നോക്കി. ലക്ഷ് അവളുടെ മുഖഭാവം കണ്ടു. ചിരി കടിച്ചു പിടിച്ചു. പുരികം പൊക്കി എന്താ എന്ന പോലെ ചോദിച്ചു. ശിവാനി മിണ്ടാതിരുന്നു. ലക്ഷ് അവളോട് ഇരിക്കാൻ പറഞ്ഞതും അവൾ ശിവാനിക്കരികിലായിരുന്നു സ്വയം പരിചയപ്പെടുത്തി. വേദിക എന്നായിരുന്നു അവളുടെ പേര്. അതിനുശേഷം തൻ്റെ കയ്യിലുള്ള ഫയൽ അവൾ ലക്ഷിന് നേരെ നീട്ടി. ലക്ഷ് അവളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെയും ചെക്ക് ചെയ്യാൻ നേരം ശിവാനി അവളെ മൊത്തത്തിൽ ഒന്ന് ഒഴിഞ്ഞു നോക്കി. മിനി സ്കേർട്ട് ആയതിനാൽ അവളുടെ വാക്സ് ചെയ്ത കാല് മുഴുവനും ശരിക്കും കാണാമായിരുന്നു. നാണമില്ലാത്തവൾ, ശിവാനി പെറുപെറുത്തു. വേദിക ശിവാനി ഒന്ന് നോക്കി ഒന്ന് ചിരിച്ചു. ശിവാനി മങ്ങിയ ചിരി സമ്മാനിച്ചു. പെട്ടെന്നാണ് വേദികയുടെ കയ്യിലുള്ള കീ താഴെ വീഴുന്നത്. കീ എടുക്കാൻ വേണ്ടി അവൾ കുനിഞ്ഞതും പകുതി തുറന്നു വെച്ച ഷർട്ടിൻ്റെ വിടവിലൂടെ അവളുടെ മാറി വെളിവായി. ശവം. ശിവാനി പിറുപിറുത്തു. അതേസമയം തന്നെയാണ് ലക്ഷ് വേദികയ്ക്ക് നേരെ തിരിഞ്ഞതും. അവൾ ഭൂമിദേവിയെ വണങ്ങുന്നത് കണ്ടതും വേദികയിൽ നിന്നുള്ള നോട്ടം പെട്ടെന്ന് പിൻവലിച്ച് ലക്ഷ് ശിവാനിയെ നോക്കിയതും അവളുടെ മുഖം സങ്കടവും ദേഷ്യം കൊണ്ട് ചുവന്നു വന്നിട്ടുണ്ട്. കണ്ണൊക്കെ നിറയാൻ തുടങ്ങിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, പെട്ട് ഈ കുരിശ് കുടുംബം കലക്കാൻ വന്നതാണോ? എനിക്കറിഞ്ഞു ഇവൾ ഇതുപോലെ നിൽക്കുകയാണെന്ന്. ലക്ഷ് അതും മനസ്സ് പറഞ്ഞ് വേദികയോട് പൊക്കോളാൻ പറഞ്ഞു. എങ്ങാ നേരം ലക്ഷ് വേദികയെ വിളിച്ചതും വേദിക ചിരിയോടെ അവനെ നോക്കി. വേദിക, ഇത് ശിവാനി, എൻ്റെ വൈഫാണ്. സോറി മേഡം, ഞാൻ അറിഞ്ഞില്ല. വേദിക പുറമെ ഒരു ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. ശിവാനി, നിനക്ക് വേദികയോട് എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ പറഞ്ഞോ. വേദിക, ഞാൻ MD ആണെങ്കിലും ഫൈനൽ ഡിസിഷൻ ശിവാനിയാണ് എടുക്കുന്നത്. അത് കേട്ടതും ശിവാനി കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് വേദികയുടെ നേരെ തിരിഞ്ഞു. വേദിക, ഇതൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. വേദിക വെൽ ക്വാളിഫൈഡ് ആണ്. ഓക്കെ, വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതും ഓക്കെയാണ്. പക്ഷേ ഇവിടെ ജോലി ചെയ്യാൻ ഇത് രണ്ടും മാത്രം പോരാ. ഗുഡ് പേഴ്സണാലിറ്റി, പിന്നെ ഡ്രസ്സിങ് സെൻസ്, ഇതൊക്കെ വേണം. ഏത് ഡ്രസ്സ് ഇടണം എന്നത് ഓരോരുത്തരുടെയും അവകാശമാണ്. പക്ഷേ ഇതിനകത്ത് മാന്യമായ വസ്ത്രം മാത്രമേ പാടുള്ളൂ. വേദിക, ഇത് കേരളമാണ്, അല്ലാതെ വെസ്റ്റേൺ കൺട്രീസൊന്നുമല്ല. വേദിക ഇവിടെ വരുമ്പോൾ കണ്ടുകാണല്ലോ, ഓൾമോസ്റ്റ് എല്ലാ ലേഡീസ് സ്റ്റാഫും അത്യാവശ്യം വൃത്തിക്ക് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. വേദിക, ഇതുപോലെ വരികയാണെങ്കിൽ ഇവിടുത്തെ മെയിൽ സ്റ്റാഫിന് ജോലി ചെയ്യാൻ നേരം കിട്ടിയെന്ന് വരില്ല. സോ അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തനിക്കിവിടെ ജോലി ചെയ്യാം. അതർവൈസ് വേദികക്ക് പോവാം. അത് പറഞ്ഞ് ശിവാനി ഒന്ന് നിർത്തി. ഇവള് കൊള്ളാലോ, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല, ലക്ഷ് മനസ്സിൽ വിചാരിച്ചു. ഓക്കെ മാഡം, ഞാൻ ശ്രദ്ധിച്ചോളാം. ഓക്കെ, എന്നാൽ വേദിക ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. താങ്ക് യു മാഡം എന്ന് പറഞ്ഞ് വേദിക അവിടെ നിന്ന് പോയതും ലക്ഷ് തൻ്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ശിവാനിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, കൂട്ടുകായി, ഇങ്ങനെ വേണം ഇനി മുന്നോട്ട്. ശിവാനി അവൻ്റെ കൈ കുടഞ്ഞെറിഞ്ഞു. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എവിടെ നിന്ന് കിട്ടിയ സാധനത്തിന്? കുറച്ച് ദിവസം നിർത്തി എന്തെങ്കിലും കുറ്റം കണ്ടെത്തി പറഞ്ഞു വിട്ടോണം, ഇല്ലെങ്കിലേ എൻ്റെ സ്വഭാവം മാറും. പറഞ്ഞില്ലെന്ന് വേണ്ടില്ല, വൃത്തികെട്ടവൻ. ആരാടി വൃത്തികെട്ടവൻ? ഞാനെന്ത് വൃത്തികേടാ കാണിച്ചത്? നീയായിട്ടും ഒന്നും തരില്ല, വല്ലവരും വല്ലതും. ലക്ഷ് അത്ര പറഞ്ഞതേ ഓർമ്മയുള്ളൂ. ശിവാനി അവൻ്റെ കയ്യിൽ അമർത്തി കടിച്ചു. ആ ശിവാനി, എന്തായത്? വിട്. ശിവാനി കൂട്ടാക്കിയില്ല, കടി തുടർന്നു. ശിവാനി, എൻ്റെ പൊന്നു മോളല്ലേ, കയ്യിൽ നിന്ന് വിട്. ശിവാനി കടി നിർത്തുന്ന മട്ടില്ല. ഇടി പൂതനെ, കടിക്കല്ലേന്ന്. അയ്യോ എൻ്റെ കയ്യേ. ഇടി പടയക്ഷി, ഇതേ ചോര ചോര വന്നെന്നാ തോന്നണേ. എൻ്റെ ചോര ഊറ്റിക്കുടിക്കല്ലേടി. അയ്യോ അമ്മേ. അവസാനം അവൻ്റെ കയ്യിൽ നിന്ന് ചോര പൊടിഞ്ഞതും ശിവാനി കടി നിർത്തി. അയ്യോ, ദേ നോക്ക് ചോര. നീ ഡ്രാക്കുളയുടെ പെങ്ങളാണോടി? ഇങ്ങനെയുണ്ടോ ഒരു കടി? ഇനിയിപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാതെ നടക്കില്ല. ഒരു തമാശ പറഞ്ഞതിന് ഇങ്ങനെ കടിക്കുകയാണ് വേണ്ടത്. താഴ്ന്നു തരുന്തോറും തലയിൽ കയറി നിരങ്ങുന്നു. അതും പറഞ്ഞവൻ തൻ്റെ കർച്ചീഫ് എടുത്ത് കയ്യിൽ മുറുക്കി കെട്ടി തൻ്റെ സ്ഥാനത്ത് വന്നിരുന്നു. ശിവാനി അവിടെ ഉണ്ടായിരുന്ന സോഫയിൽ പോയിരുന്നു. ലക്ഷ് കുറച്ചു നേരം കണ്ണടിച്ച് കസേരയിൽ ചാരിയിരുന്നു. കുറച്ച് കഴിഞ്ഞത് ശിവാനി കരയുകയാണെന്ന് മനസ്സിലായ ലക്ഷ് അവളുടെ അരികിൽ വന്നിരുന്നു. അവളുടെ ചുമലിൽ കൈവച്ചപ്പോൾ അവൾ നിറകണ്ണുകളോട് തിരിഞ്ഞു നോക്കി. അയ്യേ, അപ്പോൾ ഇത്രയേ ഉള്ളൂ അല്ലേ? ഇങ്ങനെ കരയാൻ വേണ്ടിയാണോ എന്നോട് ഫൈറ്റ് ചെയ്യാൻ വന്നത്? മോശം മോശം. ഞാനൊരു തമാശ പറഞ്ഞതിനാണോ നീ ഇത്രയും സീരിയസ് ആയി എടുത്തത്? ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണ് ഇതുപോലെ മറ്റൊരാളെക്കുറിച്ച് പറഞ്ഞതെങ്കിൽ
നിങ്ങൾക്ക് സഹിക്കോ? ഇല്ല, അതുപോലെയാണ് എനിക്കും. ഒന്ന് എൻ്റെ സ്വന്തമാണെന്ന് തോന്നിയാൽ പിന്നെ അതെൻ്റെ മാത്രമായിരിക്കണം. അതിനിടയിൽ ഇങ്ങനെയൊന്നും എനിക്കത് സഹിക്കില്ല. അത് കേട്ടതും ലക്ഷ്മിനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് തോന്നിയത്. അതിനിടയിൽ അവൾ ഇങ്ങനെ വരട്ടെ ഇങ്ങോട്ട്. ശിവാനി പല്ലിറുമി. ശിവാനി, അതിന് ഞാനൊന്നും. നിങ്ങൾ മിണ്ടരുത്, ഇനിയും കടിക്കും ഞാൻ എന്നും പറഞ്ഞ് അവൻ്റെ കടിച്ച കൈയെടുത്ത് കേച്ചപ്പെടുത്ത് മാറ്റി നോക്കിയപ്പോൾ കടിച്ച അത്രയും ഭാഗം നല്ല പോലെ പല്ലുകൊണ്ട് മുറിഞ്ഞു കിടപ്പുണ്ട്. അത് കണ്ടപ്പോൾ ശിവാനിക്ക് കുറ്റബോധം തോന്നി. അവൾ ലക്ഷ്മിയെ നോക്കിയപ്പോൾ ആൾ അവളുടെ പ്രവൃത്തികൾ ചെറുചിരിയാതെ നോക്കിയിരിപ്പാണ്. സോറി, ഞാൻ അറിയാതെ എന്നും പറഞ്ഞ് മുറിവിലൂടെ വിരലൊടിച്ചു. അന്നേരം അവൻ അവളോട് കുറച്ചുകൂടി ചേർന്ന് നിന്നു അവളുടെ തോളിൽ മുഖമുരസി. അവൻ്റെ താടി രോമങ്ങൾ പതിഞ്ഞതും അവൾ കണ്ണിറക്കി അടച്ചു. അവളുടെ കാതിൻ തുമ്പ് ചെറുതായി കടിച്ചുകൊണ്ട് പറഞ്ഞു, ഐ ലവ് യു ശിവാനി. എന്നോട് ഒരു തവണ പറഞ്ഞൂടെ ഐ ലവ് യുന്ന്? പ്ലീസ്, കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാ. തൽക്കാലം ഇത്രയൊക്കെ മതി എന്നും പറഞ്ഞ് ശിവാനി അവനിൽ നിന്നും അകന്നു മാറി. ഓക്കെ, എന്നാലേ ഞാൻ മീറ്റിംഗ് ഹാളിലേക്ക് പോവുകയാണ്. നീ വരുന്നുണ്ടോ? ഞാനില്ല. എന്നാൽ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്ക്. ഞാൻ തിരിച്ചു വന്നിട്ടേ നമുക്ക് ഫൈറ്റ് കൂടാനുള്ളതല്ലേ എന്ന് പറഞ്ഞ് ലക്ഷ് ചെറുചിരിയാലെ അവിടെ നിന്ന് പോകുന്നതും ശിവാനി നോക്കി നിന്ന് പോയി. ശിവാനി ഓഫീസിലെ ലിഫ്റ്റ് ഏരിയയിലേക്ക് നടന്നു പോവുകയായിരുന്നു. അന്നേരം പുതുതായി ജോയിൻ ചെയ്ത ആദർശ് അതുവഴി ഒരുത്തനുമായി സംസാരിച്ചു കൊണ്ട് പോവുകയായിരുന്നു. ശിവാനിയെ ദൂരെ നിന്ന് കണ്ട ആദർശിൻ്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു. അവളുമായി സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടാൻ വേണ്ടി ആദർശ് ഒന്നും അറിയാത്തതുപോലെ മറ്റവനുമായി സംസാരിച്ചുകൊണ്ട് അവളുടെ ശരീരത്തിലേക്ക് ചെറുതായി തട്ടുന്നു. അന്നേരം ശിവാനിയോട് സോറിയൊക്കെ പറഞ്ഞ് അവൻ മാന്യമായ രീതിയിൽ പരിചയപ്പെടുകയാണ്. ശിവാനി താല്പര്യമില്ലാത്ത മട്ടിൽ അതൊക്കെ കേട്ടുകൊണ്ട് അവിടുന്ന് ലിഫ്റ്റിലേക്ക് കയറാൻ ഒരുങ്ങുമ്പോഴാണ് അവനും ലിഫ്റ്റിൽ കയറാൻ പെർമിഷൻ ചോദിക്കുന്നത്. അവൾ ഓക്കെ പറയുവാണ്. ലിഫ്റ്റ് ഓപ്പൺ ആയതും അതിൽ നിന്നിറങ്ങി വരുന്ന ലക്ഷ്മിയാണ് അവൾ കാണുന്നത്. ശിവാനി, നീ എങ്ങോട്ടാ? ലക്ഷ് ഗൗരവത്തിൽ ചോദിച്ചു. അതെനിക്ക് നല്ല തലവേദനയാണ്, അതുകൊണ്ട് ക്യാൻറ്റീൻ വരെ പോവാൻ വേണ്ടി ഇറങ്ങിയതാ. ശിവാനി, കം വിത്ത് മീ, ചായ ക്യാബിനിലേക്ക് എത്തിക്കോളും എന്നും പറഞ്ഞ് ശിവാനിയുടെ കൈയും പിടിച്ച് ലക്ഷ് നടന്നു. അവർ പോയതും ഇരുവർക്ക് നേരെയും നിഗൂഢത നിറഞ്ഞ നോട്ടം പായിച്ചുകൊണ്ട് ആദർശ് ലിഫ്റ്റിൽ കയറി പോവുകയാണ്.